ഹലോ, നമുക്കിന്നൊരു പുട്ടുമേക്കറിൽ ഒരു ഇഡലി തയ്യാറാക്കിയാലോ. ഞാൻ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചതിന് ശേഷം അതിൽ 1 കപ്പ് പുല്ലുപൊടി ഇട്ട് കൊടുത്ത് 6 മണിക്കൂർ അരച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഒപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ അങ്ങനെ 6 മണിക്കൂറിന് ശേഷം തുറന്നെടുത്തതാണ്. അതേപോലെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഒരു പുട്ടുമേക്കറിൽ ഞാനിത് 2 കയ്യിലൊഴിച്ചാൽ മതി. നമുക്കിനി ഇത് ഗ്യാസ് അടുപ്പിൽ കുക്കറിൻ്റെ മുകളിൽ വെച്ച് പുഴുങ്ങണ്. കുക്കറിൻ്റെ വെയിറ്റ് ഊരിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പുഴുങ്ങിയിട്ട് ഈ ഒരു ഇഡലി തയ്യാറായി കിട്ടും. അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ്. ഷുഗറുള്ളവർക്കും പ്രഷറുള്ളവർക്കും കഴിക്കാൻ നല്ലവർക്കും കഴിക്കാം. ഞങ്ങൾ രാത്രിക്കലത്തെ ഭക്ഷണം ഇതായിരുന്നു. അതെ, അങ്ങനെ നമ്മുടെ ഇഡലിയൊക്കെ റെഡി തയ്യാറായിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട്. ഒപ്പം തന്നെ ഒരു സാമ്പാറും ഒരു വെള്ള ചട്നി അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക. രക്തക്കുറവിനുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ അസ്സലാമലൈക്കും. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. എല്ലാവരും നന്നായിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ അസ്സലാമലൈക്കും.